ഇ ഡി കൈക്കൂലി കേസിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഹർജി തീർപ്പാക്കും വരെ അറസ്റ്റ് ചെയ്യില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി ജൂൺ 11 വിശദമായ വാദം കേൾക്കും. അതുവരെയാണ് അറസ്റ്റ് ചെയ്യില്ല എന്ന് സർക്കാർ കോടതിക്ക് ഉറപ്പ് നൽകിയത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, എന്താണ് അങ്ങനെ ഒരു ഉറപ്പ് നൽകാനുള്ള കാരണം? കേസ് ഒതുക്കാൻ കോഴ വാങ്ങിയെന്ന് കാണിച്ച് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കാണിച്ചാണ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലെത്തിയത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് തൽക്കാലം ശേഖർ കുമാറിനെ അറസ്റ്റ് ചെയ്യില്ല എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതേ തുടർന്ന് സർക്കാരിൻ്റെ ഈ നിലപാട് ഹൈക്കോടതി രേഖപ്പെടുത്തുകയും ചെയ്തു. ഒപ്പം വിജിലൻസിനോട് നിലപാട് തേടുകയും ചെയ്തിട്ടുണ്ട്. വിജിലൻസ് ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് FIR സമർപ്പിച്ചിരുന്നത്. അതേസമയം കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരുന്നതേയുള്ളൂ എന്നാണ് വിജിലൻസ് അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് തൽക്കാലം ശേഖർ കുമാറിനെ അറസ്റ്റ് ചെയ്യില്ല എന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 11 ഇതിൽ ഇനി കൂടുതൽ വിശദമായ വാദം കേൾക്കുകയും ചെയ്യും. അതേസമയം ഹർജിക്കാരുമായി തനിക്ക് ഒരു ബന്ധവുമില്ല, താൻ ഒരിക്കലും ഇവരെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, ദുഷ്ടലാക്കോട് കൂടിയുള്ള ഹർജിയാണിത്, തന്നെ മനഃപൂർവ്വം കുരുക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. മാത്രമല്ല, ഒരിക്കലും ഒരു ഘട്ടത്തിലും ഈ പ്രതികളുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടിട്ടില്ല എന്നും ശേഖർ കുമാർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരത്തിൽ തെളിവുകൾ ശേഖരിച്ചു വരുന്നതേയുള്ളൂ എന്നുള്ള സാഹചര്യത്തിലാണ് തൽക്കാലം ശേഖറിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഈ നിലപാട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11 തീയതി വരെ അറസ്റ്റ് ചെയ്യില്ല എന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.